വെൽക്കം ടു ഓൾ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ബയോളജി സയൻസ് മൂന്നാമത്തെ ചാപ്റ്ററായ പൂവിൽ നിന്ന് പൂവിലേക്ക്. നല്ല കളർഫുൾ ആയിട്ടുള്ള ചാപ്റ്ററാണ് അല്ലേ? പൂവിൽ നിന്ന് പൂവിലേക്ക്. പൂവിനെ കുറിച്ചിട്ടൊക്കെയല്ലേ പറയുന്നത്. ഇതിൽ നിന്നും കുറേ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ, ഒബിയസ്ലി. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ചാനൽ ഇഷ്ടമാവാണ്, നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പൂവിൽ നിന്ന് പൂവിലേക്കാണ് അല്ലേ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് പറഞ്ഞത്. പലതരം പൂക്കളുണ്ട് അല്ലേ? നമ്മുടെ ചുറ്റുപാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലതരം പൂക്കളുണ്ടായിരിക്കും. അപ്പം നോക്കി എല്ലാ പൂക്കളും ഒരുപോലെയാണോ? അല്ല അല്ലേ? എല്ലാ കാര്യങ്ങളിലും വ്യത്യാസമുണ്ട്. എന്നിട്ട് ആ പൂവിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ചെടിയുടെ കാര്യത്തിലാണെങ്കിലും ശരി, കളറ്, മണം, അങ്ങനെ എല്ലാത്തിലും വ്യത്യസ്തമാണ് അല്ലേ? എല്ലാ പൂക്കൾക്കും ഇതളുകളുണ്ടോ? എല്ലാ പൂക്കൾക്കും ഇതളുകളുണ്ട് അല്ലേ? പൂക്കളെ ചെടിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ്? പൂക്കൾ, അതൊക്കെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ബന്ധിപ്പിക്കുന്ന ഭാഗമൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പം നമുക്കിത് ഈ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. നോക്കി ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. ചെമ്പരത്തി പൂവിൻ്റെ പിക്ചർ നൽകിയിട്ടുണ്ട്. അപ്പോൾ നോക്കി ഇതിൽ നമുക്ക് പിക്ചറിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് ചെമ്പരത്തിപ്പൂ. ഇതിൽ ഈ പൂമ്പൊടിയായിട്ടില്ലേ ഇങ്ങനെ കുറേ മഞ്ഞ കുത്തുകൾ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കേസരപ്പൂടം എന്ന് പറയുന്നത്. കേസരപ്പൂടം എന്ന് പറയുന്നത് ഇങ്ങനെ കാണുന്ന മഞ്ഞ പൂമ്പൊടി പോലെ ഇല്ലേ, ആ ഒരു ഭാഗത്തെയാണ് എന്തെന്ന് പറയുന്നത്? കേസരപ്പൂടം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കി ഇതളല്ലേ? ഇതളിനെ നമ്മൾ പറയുന്നത് ദളം എന്നാണ് കേട്ടോ. ഇതളിനെ പറയുന്നത് എന്താണ്? ദളം എന്നാണ് ഇതളിനെ പറയുന്നത്. പിന്നെ ഇവിടെ കാണുന്നത് ഇവിടെ ഒരു മഞ്ഞ കളറിലൊരു കുഞ്ഞൊരു ഇതുണ്ട് അല്ലേ? അത് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ചെമ്പരത്തി പൂ ഒന്നിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒന്നിങ്ങനെ ഇതാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞൊരു ഉണ്ട കിട്ടും അല്ലേ അവിടെ അതിനുള്ളിൽ? അത് നോക്കിയവർക്കറിയാം. അപ്പോൾ അതിനെയാണെന്ന് പറയുന്നത് ജനീപുടം എന്ന് പറയുന്നത്. ഇതിനെന്താ പറയുക? ജനീപുടം എന്നാണ് പറയുന്നത്. ഇനി വിതളം എന്ന് വെച്ചാൽ എന്താണ്? വിതളം എന്ന് വെച്ചാൽ എന്താണ്? വിതളം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു നീളൻ ഇല കണ്ടാവും, നീളൻ ഇങ്ങനെ ഇല പോലെ, അതിനെയാണ് വിതളം എന്ന് പറയുന്നത്. ഇനി പുഷ്പാസനം എന്ന് വെച്ചാൽ എന്താണ്? പുഷ്പാസനം എന്ന് വെച്ചാൽ ഇരിക്കുന്ന സ്ഥലമല്ലേ പുഷ്പാസനം. ഇതുമായി ബന്ധിപ്പിച്ചിരിക്കണം. ഈ തണ്ട് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധിപ്പിച്ചത്, അല്ലെങ്കിൽ ഈ പൂവ് ഇരിക്കുന്ന ഒരു സ്ഥലത്തെയാണെന്ന് പറയുന്നത് പുഷ്പാസനം എന്ന് പറയുന്നത്. ഇനി നമ്മളെ ഈ തണ്ട് പോലെ ഒരു കുഞ്ഞ് പച്ച കളറിൽ കാണപ്പെടുന്നുണ്ട് അല്ലേ? അതിനെയാണ് പൂഞ്ഞെട്ട് എന്ന് പറയുന്നത്. പൂഞ്ഞെട്ടാണ് പൂച്ചെടിയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് പൂഞ്ഞെട്ട് എന്ന് പറയുന്നത്. പുഷ്പാസനം എന്ന് പറയുന്നത് ഇരിക്കുന്ന ഒരു സ്ഥലമാണ്, പൂവിരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്നത് പൂഞ്ഞെട്ടാണ്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഒരു പൂവിൻ്റെ ചിത്രം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പറയുന്നത്. നെക്സ്റ്റ് നോക്കി വേറൊരു പൂവിനെ നൽകിയിട്ടുണ്ട് അല്ലേ? അത് ആ പൂവിൻ്റെ അങ്ങനെ കുറച്ചും കൂടി വലുതാക്കിയിട്ട് കാണിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ കേസരപ്പൂടം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ പൂമ്പൊടി പോലെ കാണുന്നത്. പൂമ്പൊടി നോക്കിയിട്ട് പറയുന്നത് എന്താ പറയുക? കേസരപ്പൂടം എന്നാണ് പറയുന്നത്. ഇതാണെന്ന് ചെയ്തളാന്ന് പറഞ്ഞു. ജനീപുടം എന്ന് വെച്ചാൽ നോക്കി ഞാൻ പറഞ്ഞല്ലേ ഇതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് ഉണ്ടായിരിക്കുന്ന ആ ഒരു ഭാഗത്തെയാണ് ഏകദേശം വരുന്നത് ജനീപുടം എന്ന് പറയുന്നത്. വിതളം എന്ന് വെച്ചാൽ നോക്കി ഈ പൂവിരിക്കുന്ന ആ ഒരു ഭാഗമില്ലേ, ഒരു ഇല പോലെ കാണുന്നില്ലേ, അതിനെയാണ് വിതളം എന്ന് പറയുന്നത്. പുഷ്പാസനം എന്ന് വെച്ചാൽ എന്താണ്? ഈ ജനീപുടമൊക്കെ കണക്ട് ചെയ്തേക്കുന്ന ആ ഒരു ഭാഗം, അതിനെയാണ് പുഷ്പാസനം എന്ന് പറയുന്നത്. പൂഞ്ഞെട്ടെന്ന് വെച്ചാൽ എന്താണ്? പൂവ് ഇങ്ങനെ വലുതാവണേക്ക് മുമ്പ് ഇങ്ങനെ ഫസ്റ്റ് വരുന്നത് ഇതിൽ നിന്നായിരിക്കും അല്ലേ? പൂവ് ഉണ്ടാവണേക്കാളും മുമ്പ്, ആദ്യം തന്നെ ഒരു കായ വരണേക്കാളും മുമ്പൊക്കെ ഈ ഒരു സംഭവം ആദ്യം തന്നെ വരെ, അതിനെയാണ് പൂഞ്ഞെട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം. പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നത് ഏതാണ്? നമ്മൾ പറഞ്ഞത് ഇരിപ്പിടം ഒരുക്കുന്നത് ഏതാണെന്ന് പറഞ്ഞു? പുഷ്പാസനമാണ് അല്ലേ? പുഷ്പാസനമാണ് പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നത്, പുഷ്പാസനമാണ്. ഇനി പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്നത് ഏതാണ്? പൂവിന് നിറവും മണം ആകർഷകത്വമൊക്കെ നമുക്ക് ആ പേരിൽ നിന്നുണ്ടല്ലേ പൂവിന് നിറം നൽകുക. അല്ലെങ്കിൽ പല കളറിലും പല ചെടിക്കും പല നിറമായിരിക്കും അല്ലേ? പല പൂക്കൾക്കും പല നിറമായിരിക്കും. അപ്പോൾ എന്തായിരിക്കും? നമ്മൾ ഇതള് നോക്കിയിട്ടില്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പൂവിന് നിറവും മണവും ആകർഷകത്വം നൽകുന്നത് എന്താണ്? ദളമാണ്. ഇനി പൂവിലെ ആൺലിംഗാവയവം ഏതാണ്? പൂവിലെ ആൺലിംഗാവയവം എന്ന് വെച്ചാൽ കേസരന്മാരല്ലേ ആണുങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പൂവിലെ ആൺലിംഗാവയവം എന്ന് വെച്ചാൽ പരാഗിയും തന്തുകവും ചേർന്നതാണ്. പരാഗിയും തന്തുകവും എന്ന് പറയുന്നത് ജസ്റ്റ് ഈ കാണപ്പെടുന്ന ഈ മഞ്ഞ കളറും അതുപോലെ തന്നെ ചുവപ്പ് കളറൊക്കെ ഇതിനെയാണ് പരാഗിയും തന്തുകം എന്നൊക്കെ പറയുന്നത്. അതാണ് കേസരപ്പൂടം എന്ന് പറയുന്നത്. അതാണ് പൂവിലെ ആൺലിംഗാവയവം എന്ന് പറയുന്നത്. ജനീപുടം എന്ന് വെച്ചാൽ എന്താണ്? പെണ്ണിൻ്റെ പേരാണല്ലേ ജനി എന്ന് പറയുന്നത്. ജനീപുടം അല്ലെങ്കിൽ ജനി എന്നൊക്കെ പറയുമ്പോൾ പെണ്ണാണ്. അപ്പോൾ പൂവിലെ പെൺലിംഗാവയവമാണ്. പരാഗണ സ്ഥലം
കവാടം, ജനീദണ്ഡ്, അണ്ഡാശയം എന്നിവയൊക്കെ കാണപ്പെടുന്നത് എന്തിലാണ് കാണപ്പെടുന്നത്? ജനീപടത്തിലാണ്. ഇനി പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നത് ഏതാണ്? പൂവിനെ ചെടിയുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ, പൂഞ്ഞിട്ടാണ് ചെടി. നമ്മൾ പറഞ്ഞല്ലോ ഒരു ചെടിയിൽ നിന്ന് പൂ വരാണ്. അപ്പോൾ ചെടിയിൽ നിന്ന് പൂ വരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഉണ്ടാവുന്നത് എന്താണ്? ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട് അല്ലേ, ഒരു കുഞ്ഞുപാടി ഉണ്ടാവുന്നുണ്ട്. അതിനെന്താണ് പറയുക? പൂഞ്ഞെട്ട് എന്നാണ് പറയുക. പൂഞ്ഞെട്ടാണ് പൂവിനെ ചെടിയുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്നത്. ഇനി മൊട്ട ആയിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു, വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നു. മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കും, അതുപോലെ തന്നെ അത് വിരിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? ദളങ്ങളെ താങ്ങി നിർത്തുന്നത് ഏതായിരിക്കും? വിതളമാണ് അല്ലേ. വിതളം നോക്കി വിതളം എന്ന് പറയുന്നത് മുട്ടായിരിക്കുമ്പോൾ എങ്ങനെയാണ്? ഇങ്ങനെ കുഞ്ഞി ഇലയായിട്ടായിരിക്കും അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് പൂവിനെ സംരക്ഷിക്കുകയാണ്. അത് മുട്ടി വിരിഞ്ഞാലോ അതിന് താങ്ങി നിർത്തുന്ന ഒരു ഇല പോലെ ഒരു കുഞ്ഞില അല്ലേ. ആ ഒരു കുഞ്ഞില കുറച്ചുകൂടി വലുതാകുമ്പോൾ ഇങ്ങനെ കാട്ടിയിരിക്കുന്ന പോലെ തോന്നില്ലേ. അപ്പോൾ അതെന്ന് പറയുന്നതാണ് വിരിഞ്ഞതിന് ശേഷം താങ്ങി നിർത്തുന്നു എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ് പൂക്കൾ എന്ന് പറയുന്നത്? പൂക്കൾ എന്ന് വെച്ചാൽ എന്താണ്? പൂക്കളിൽ നിന്നാണ് ഫലങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ. പൂക്കളിൽ നിന്നാണ് ഫലങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ നോക്കിയാൽ മാങ്ങയുടെയാണ് അല്ലേ. മാമ്പുക്കുല എന്ന് പറയുന്നത് എന്താണ്? മാങ്ങയുടെയാണ്. അപ്പോൾ പൂക്കളിൽ നിന്നാണ് ഫലങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ. നോക്കിയേ ഈ മാമ്പൂക്കുല, അതായത് ഒരു കുല ഉണ്ടായിരിക്കുമല്ലോ, മാവ് പൂത്ത് എന്നൊക്കെ പറയില്ല. പൂക്കുല എന്ന് പറയുന്നത് എന്താണ്? മാങ്ങ ഉണ്ടാകുന്നതിന് മുമ്പുള്ള പൂവാണ് അല്ലേ. അപ്പോൾ ആ പൂവാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? കായായിട്ടും അതുപോലെ തന്നെ കണ്ണിമാങ്ങയായിട്ടും പിന്നെ മാങ്ങയായിട്ടും മാറുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് പൂക്കളിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്? ഫലങ്ങൾ ഉണ്ടാവുന്നത് എന്നും ഫലത്തിനുള്ളിലെ വിത്ത് മുളച്ചാണ് തൈച്ചെടികൾ ഉണ്ടാവുന്നത് എന്താണ് പറയുന്നത്? ഫലത്തിനുള്ളിൽ എന്തുണ്ടായിരിക്കും? ഒരു വിത്ത് ഉണ്ടായിരിക്കും അല്ലേ. ആ വിത്ത് മുളച്ചിട്ടാണ് തൈകൾ ഉണ്ടാകുന്നത്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ജൈവവർഗം അവയുടെ തുടർച്ച നിലനിർത്തുന്നതിന് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം എന്ന് പറയുന്നത് അല്ലേ. പ്രത്യുൽപാദനം എന്ന് വെച്ചാൽ എന്താണ്? ജൈവവർഗം അവയുടെ തുടർച്ച നിലനിർത്തുന്നതിന് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. സസ്യങ്ങളിൽ പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്നത് പൂക്കളാണ്. അപ്പോൾ സസ്യങ്ങളിലെ പ്രത്യുൽപാദനം എന്ന് പറയുന്ന ധർമ്മം നിർവഹിക്കുന്നത് ഏത് ഭാഗമാണെന്ന് ചോദിച്ചാൽ എന്താണ്? പൂക്കളാണ്. അപ്പോൾ പ്രത്യുൽപാദനം നടക്കുന്നത് പൂക്കളെയാണ്. സസ്യങ്ങളുടെ ലൈംഗിക അവയവം എന്ന് പറയുന്നത് അപ്പോൾ എന്താണെന്ന് പറയാം? പൂക്കളാണ് അല്ലേ. പ്രത്യുൽപാദനം നടക്കുന്നത് പൂക്കളായ കാരണം ലൈംഗിക അവയവം എന്ന് പറയുന്നത് എന്താണ്? പൂക്കളാണ്. ഇനി നോക്കിയേ, ഇവിടെ നമ്മൾ പറഞ്ഞു ജനീപുഴുണ്ട്, കേസരപ്പൂഴുണ്ടെന്നല്ലേ. ജനീപുഴ എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു? ജനീപുഴ എന്ന് വെച്ചാൽ പെൺപൂവിൻ്റെ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ജനീപുഴം അല്ലെങ്കിൽ ഗൈനീഷ്യത്തിന് എന്തൊക്കെ ഭാഗങ്ങളാണുള്ളത്? പരാഗണസ്ഥലം ഉണ്ട് അല്ലേ. നോക്കി ഒരു പിക്ചർ നൽകിയിട്ട് പറയുന്നുണ്ട്. തുടക്ക ഭാഗമാണ് പരാഗണസ്ഥലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ദണ്ടുണ്ട്, അതിനെയാണ് ജനീദണ്ട് എന്ന് പറയുന്നു. പിന്നെ അണ്ഡാശയം എന്ന് പറയുന്നതുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഓവ്യൂളുണ്ട്. അണ്ഡാശയത്തിനുള്ളിൽ ഓവ്യൂളുണ്ട്. അപ്പോൾ ജനീപുടം എന്ന് വെച്ചാൽ എന്താ പറഞ്ഞു? പരാഗണസ്ഥലമുണ്ട്, ജനീദണ്ടുണ്ട്, അണ്ഡാശയമുണ്ട്, ഓവ്യൂളുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു അണ്ഡം എവിടെയാണ് കാണുന്നത്? അപ്പോൾ അണ്ഡാശയത്തിനുള്ളിൽ എന്തുണ്ട്? ഓവ്യൂളുണ്ട്. ഓവ്യൂളിൻ്റെ ഉള്ളിലാണ് എന്ത് കാണപ്പെടുന്നത്? അണ്ഡം കാണപ്പെടുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? അണ്ഡാശയത്തിൻ്റെ ഓവ്യൂളിനകത്താണ് അണ്ഡം കാണപ്പെടുന്നത്. നെക്സ്റ്റ് കേസരപ്പുടം അല്ലെങ്കിൽ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് ആൺലിംഗാവയവമാണ് അല്ലേ. അപ്പോൾ അതിലെന്തൊക്കെയുണ്ട്? പരാഗുണ്ട്, തന്തകം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഈ പൂമ്പൊടി പോലെ കാണില്ലേ മഞ്ഞ, അതിനെയാണ് പരാഗി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കി ആ വടി, അതിനായിട്ട് ആ മഞ്ഞ നോക്കി, ഈ മഞ്ഞ വടീനല്ലേ, മഞ്ഞ കുഞ്ഞ് ഫ്ലവർ അല്ലേ, അതിന് നമ്മൾ ഒരു കുഞ്ഞ് വടിയായിട്ട് കളക്ട് ചെയ്തിട്ടില്ലേ, ആ കുഞ്ഞ് വടീനെയാണെന്ന് പറയുന്നത് തന്തുകം എന്ന് പറയുന്നത്. കുറേ ഉണ്ട് അല്ലേ. നോക്കിയേ, ഇങ്ങനെ വരുന്നതിനെയാണ് തന്തുകം എന്ന് പറയുന്നത്. ഇങ്ങനെ കുഞ്ഞു സംഭവങ്ങൾ ഉണ്ടാകുന്നതിനെയാണെന്ന് പറയുന്നത് പരാഗി എന്ന് പറയുന്നത്. അപ്പോൾ കേസരപ്പുടത്തിൽ നമ്മൾ പറഞ്ഞു പരാഗിയുണ്ട്, തന്തുകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം കേസരപ്പുടത്തിൽ എന്തുണ്ടാവണം? പുംബീജ് ഉണ്ടാവണം. അപ്പോൾ പുംബീജ് എവിടെയാണുള്ളത്? കേസരപ്പുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ് പുംബീജം കാണപ്പെടുന്നത്. എന്താ പറഞ്ഞത്? ഈ പരാഗിയുണ്ട് അല്ലേ, ഈ പരാഗിയിൽ പരാഗരേണുക്കളുണ്ട്, അവിടെയാണ് പുംബീജം കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ജനീപുടത്തിൽ അണ്ഡാശയത്തിലെ ഓവ്യൂളിനകത്താണ് അണ്ഡം കാണപ്പെടുന്നത്. അതുപോലെ തന്നെ കേസരപ്പുടത്തിലാണെന്നുണ്ടെങ്കിൽ പരാഗിയിലെ പരാഗരേണുക്കളിലാണ് പുംബീജം കാണപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നോക്കിയേ, ഇവിടെ നമുക്ക് കുറച്ച് ചെടികൾ നൽകിയിട്ടില്ലേ. അരളിപ്പൂ നൽകിയിട്ടുണ്ട്. അപ്പോൾ അരളിപ്പൂവിൻ്റെ കേസരപ്പുടവും ജനീപുടവും കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ മത്തല് നോക്കിയേ, മത്തല്
നോക്കിയേ, നമ്മൾ അരളിയിലാണെന്നുണ്ടെങ്കിൽ കേസരപ്പൂടും ജനീപ്പൂടും ഒക്കെ നോക്കിയേ ഒരു പൂവിൽ തന്നെയാണ് അല്ലേ, ഒരു പൂവിൽ തന്നെയാണ്. അരളിയിലാണെന്നുണ്ടെങ്കിൽ ഒരു പൂവിൽ തന്നെയാണ് കാണുന്നത്. എന്നാൽ നോക്കിയേ, മത്തലാണെന്നുണ്ടെങ്കിൽ ഒരു പൂവിൽ കേസരപ്പൂട് ആണെന്നുണ്ടെങ്കിൽ വേറൊരു പൂവിലായിരിക്കും എന്തുണ്ടായിരിക്കുക, ജനീപ്പൂട് ഉണ്ടായിരിക്കുക. അതായത് എന്താണ് അവിടെ അർത്ഥം വരുന്നത്? മത്തലാണെന്നുണ്ടെങ്കിൽ ആൺപൂവുണ്ട് പെൺപൂവുണ്ട്, ആൺപൂവുണ്ട് പെൺപൂവുണ്ട്. അത് രണ്ടും ഡിഫറെൻറ്റ് പൂവിലാണ് അല്ലേ. ഒരു പൂവിൽ ആൺപൂവാണെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവില്ല എന്നല്ല നമ്മൾ പറയുക, അതിൽ മത്തൻ ഉണ്ടാവില്ല എന്ന് പറയും അല്ലേ. പെൺപൂവിലാണ് എന്തുണ്ടായിരിക്കുക, മത്തൻ ഉണ്ടായിരിക്കുക. അപ്പോൾ പെൺപൂവിലാണ് എന്ത് കാണപ്പെടുന്നത്, മത്തൻ കാണപ്പെടുന്നത്. അപ്പോൾ ആൺപൂവുണ്ട് പെൺപൂവെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞത്, കേസരപ്പൂടം എന്ന് പറയുന്നത്. ഒരു പൂവിലായിരിക്കും ഉണ്ടായിരിക്കുക, വേറൊരു പൂവിലായിരിക്കും എന്തുണ്ടായിരിക്കുക, ജനീപ്പൂട് ഉണ്ടായിരിക്കുക. എന്നാൽ അരളിപ്പൂവിലാണെന്നുണ്ടെങ്കിലോ ആൺപൂവും പെൺപൂവും ഒക്കെ ഒരു ചെടിയിൽ ഒരു പൂവിൽ തന്നെ ഉണ്ടായിരിക്കും. ഇനി നോക്കിയേ, ഇവിടെ നമുക്ക് പാവലിനെ നൽകിയിട്ടുണ്ട്. പാവലിൻ്റെ മത്തൻ്റെ കേസ് പോലെ തന്നെയാണ് കേട്ടോ. പാവലിലാണെന്നുണ്ടെങ്കിലും ഒരു പൂവിലാണ് കേസരപ്പൂടം ഉള്ളത്, ഒരു പൂവിലാണെന്നുണ്ടെങ്കിൽ അടുത്ത പൂവിലാണെന്നുണ്ടായിരിക്കുക ജനീപ്പൂടം ഉണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ പാവൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും പെൺപൂവിലാണ് ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ ശംഖുപുഷ്പത്തിന് എന്താണ് പറയുന്നത്, ജനീപ്പുടവും കേസരപ്പുടവും ഒക്കെ ഒരെണ്ണത്തിൽ തന്നെയാണുള്ളത്, ജനീപ്പുടവും കേസരപ്പുടവും ഒക്കെ. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത് പല ചെടികളിലും കേസരപ്പുടം ജനീപ്പുടം എങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഒരേ പൂവിൽ കേസരപ്പുടവും ജനീപ്പുടവും കാണുന്നതിനെയാണ് ദ്വിലിംഗ പുഷ്പം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറയുന്നത്. ഒരേ പൂവിൽ തന്നെ കേസരപ്പുടവും ജനീപ്പുടവും കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ദ്വിലിംഗ പുഷ്പം അല്ലേ. രണ്ട് ലിംഗം എന്തുണ്ട്, ഒരെണ്ണത്തിലുണ്ട്. അപ്പോൾ ദ്വിലിംഗ പുഷ്പം എന്ന് വെച്ചാൽ എന്താണ്, ഒരേ പൂവിൽ തന്നെ കേസരപ്പുടവും ജനീപ്പുടവും കാണപ്പെടുന്നു. അതായത് നമ്മളിവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പൂവിൽ തന്നെ കേസരപ്പുടവും ജനീപ്പുടവും കാണുന്നത് എന്താണ്, അരളിയുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ അരളി പറഞ്ഞു, അതുപോലെ തന്നെ ഇവിടെ എന്ത് പറഞ്ഞു, ശംഖുപുഷ്പം പറഞ്ഞു. അപ്പോൾ ഇത് എന്താണ്, ഇതിന് എക്സാമ്പിളാണ് ബൈസെക്ഷൽ ഫ്ലവർ അല്ലെങ്കിൽ ദ്വിലിംഗ പുഷ്പത്തിന് എക്സാമ്പിളാണ്. ഇനി കേസരപ്പുടവും ജനീപ്പുടവും വെവ്വേറെ പൂക്കളിൽ കാണുന്നതിനെയാണ് ഏകലിംഗ പുഷ്പം എന്ന് പറയുന്നത്. അതായത് ഒരു പൂവിൽ ഒരു ലിംഗം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഏകലിംഗ പുഷ്പം എന്ന് വെച്ചാൽ എന്താണ്, ഒരു പൂവിൽ കേസരപ്പുട ആണെന്നുണ്ടെങ്കിൽ ഒരു പൂവിലായിരിക്കും ജനീപ്പുട ഉണ്ടായിരിക്കുക. അപ്പോൾ സെക്ഷൽ ഫ്ലവർ എന്ന് വെച്ചാൽ ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞു, മത്തൻ പറഞ്ഞു അല്ലേ, മത്തൻ പറഞ്ഞു, അതുപോലെ തന്നെ മത്തൻ പറഞ്ഞു, പിന്നെ എന്തൊക്കെ പറഞ്ഞു, പാവൽ പറഞ്ഞു അല്ലേ, മത്തൻ പാവൽ എന്നിവയൊക്കെ ഇതിന് എക്സാമ്പിളാണ്. പാവൽ അതിനൊക്കെ ഇതിന് എക്സാമ്പിളാണ് ഏകലിംഗ പുഷ്പം അല്ലെങ്കിൽ യൂണിസെക്ഷൽ ഫ്ലവറിന് എക്സാമ്പിളാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞു വരുന്നത് ആൺപൂവും പെൺപൂവും എന്താണെന്നാണ് കേട്ടോ. കേസരപ്പുടം മാത്രമുള്ള പൂക്കൾ ആൺപൂക്കളും, കേസരപ്പുടം മാത്രമുള്ള പൂക്കൾ ആൺപൂക്കളാണ്. ജനീപ്പുടം മാത്രമുള്ള പൂക്കൾ എന്താണ്, പെൺപൂക്കളാണ്. അപ്പോൾ കേസരപ്പുടം മാത്രമുള്ള പൂക്കൾ ആൺപൂക്കളും ജനീപ്പുടം മാത്രമുള്ള പൂക്കൾ പെൺപൂക്കളുമാണ്. മത്തൻ, വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, തെങ്ങ്, കവുങ്ങ് തുടങ്ങിയവയിൽ എന്തൊക്കെയുണ്ട്, ആൺപൂക്കളുമുണ്ട് പെൺപൂക്കളുമുണ്ട്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞത്, കേസരപ്പുടം മാത്രമുള്ള പൂക്കളെ ആൺപൂക്കളെന്നും പറയും, അതുപോലെ തന്നെ ജനീപ്പുടം മാത്രമുള്ള പൂക്കൾ എന്തെന്ന് പറയും, പെൺപൂക്കൾ എന്നും പറയാം. ഇനി മത്തൻ, വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, തെങ്ങ്, കവുങ്ങ് എന്നിവയിലൊക്കെ എന്തൊക്കെയുണ്ട്, ആൺപൂക്കളുമുണ്ട് പെൺപൂക്കളുമുണ്ട്. ഇനി വിത്തായി മാറാൻ അപ്പോൾ എന്താ അവിടെ പറയുന്നതെന്ന് വെച്ചാൽ, പൂക്കളിൽ എങ്ങനെയാണ് വിത്ത് ഉണ്ടാകുന്നത് നമുക്കറിയാമല്ലോ അല്ലേ. പൂക്കളിൽ വിത്ത് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞു വരാണ്. പരാഗരേണുക്കളിൽ നിന്നും പുംബീജം അണ്ടാശയത്തിലെത്തിയിട്ട് അണ്ടവുമായി കൂടിച്ചേരണം. എന്താണ് പറയുന്നത്, അങ്ങനെ നടക്കണം, കുറേ പ്രവർത്തനങ്ങൾ നടക്കണം അല്ലേ. അപ്പം എന്താ പറയുന്നത്, പരാഗരേണുക്കളിൽ നിന്ന് പുംബീജം എവിടേക്ക് എത്തണം, അണ്ടം എവിടെയാണുള്ളത്, അണ്ടാശയത്തിലാണുള്ളത്. അപ്പം അണ്ടാശയത്തിലെത്തിയിട്ട് അണ്ടവുമായിട്ട് കൂടിച്ചേരണം. പുംബീജം അണ്ടവുമായിട്ട് കൂടിച്ചേരുന്ന പ്രവർത്തനത്തെയാണ് ബീജസങ്കലനം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. പുംബീജം അണ്ടവുമായി കൂടിച്ചേരുന്ന പ്രവർത്തനത്തെയാണ് ബീജസങ്കലനം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ബീജസങ്കലന ശേഷം ചെടിയിൽ ഫലമുണ്ടാകുന്നു. ബീജസങ്കലന ശേഷം ചെടിയിൽ എന്തുണ്ടാവും, ഫലം ഉണ്ടാവും. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്, ഇതാണ് നമ്മളുടെ പെൺലിംഗ അവയവം എന്ന് പറയുന്നത്. ഇത് പെൺലിംഗ അവയവം എന്ന് പറയുന്നത് ഇതാണ്ടോ, പെൺലിംഗ അവയവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പരാഗണ സ്ഥലമുണ്ടെന്ന് പറയാം, നമ്മൾ അണ്ടാശയമുണ്ട്, അണ്ടാശയത്തിനുള്ളിൽ ഓവ്യൂളുണ്ട്, ഓവ്യൂളിനുള്ളിലാണ് എന്തുണ്ടായിരിക്കുക, അണ്ടം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞത്, പരാഗി വരും അല്ലേ. അതായത് നമുക്കറിയാം ജനീപുടത്തിൽ നിന്നും പരാഗരേണുക്കളിൽ നിന്ന് പരാഗിയുണ്ട്, തന്തുകുണ്ടെന്നല്ലേ. അപ്പോൾ അത് എങ്ങോട്ടെത്താണ്, അണ്ടാശയത്തിലേക്ക് വരാണ് അല്ലേ, ഈ ജനീപുടത്തിലേക്ക് വരാണ്. അങ്ങനെ വന്നിട്ട് എന്ത് സംഭവിക്കും, ഈ അണ്ടവുമായിട്ട് കൂടിച്ചേരും.
ഈ അണ്ടവുമായിട്ട് ഈ ബീജം കൂടി ചേരുമ്പോഴാണ് അവിടെ ബീജസങ്കലനം നടന്നു എന്ന് പറയാം. അതിനെയാണ് സങ്കലനം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയല്ലോ. അങ്ങനെയാണ് അവിടെ എന്തുണ്ടാകുന്നത്, ചെടിയിൽ എന്തുണ്ടാകുന്നത്, ഫലം ഉണ്ടാകുന്നത്. ഇനി ആൺമരവും ഉണ്ട്, പെൺമരവും ഉണ്ട്. കുടപ്പന, കുടംപുളി, ജാതി തുടങ്ങിയ സസ്യങ്ങളിൽ ആൺമരവും പെൺമരവും ഉണ്ട്. അപ്പം എന്താ പറഞ്ഞത്, കുടപ്പന, കുടംപുളി, ജാതി തുടങ്ങിയ സസ്യങ്ങളിൽ എന്തുണ്ട്, ആൺമരവും ഉണ്ട്, അതുപോലെ തന്നെ പെൺമരവും ഉണ്ട്. ആൺമരത്തിൽ ആൺപൂക്കൾ മാത്രവും പെൺമരത്തിൽ പെൺപൂക്കൾ മാത്രവുമാണ് കാണുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്, കുടപ്പന, കുടംപുളി, ജാതി തുടങ്ങിയ സസ്യങ്ങളിൽ ആൺമരവും ഉണ്ട്, പെൺമരവും ഉണ്ട്. അതായത് മരം, നമ്മൾ നേരത്തെ പൂക്കളല്ലേ പറഞ്ഞിരുന്നത്, ഇത് മരമാണ് പറയുന്നത്. ആൺമരമുണ്ട്, പെൺമരമുണ്ട്. ആൺമരത്തിൽ എന്തുണ്ടായിരിക്കും, ആൺപൂക്കൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പെൺമരത്തിലാണെന്നുണ്ടെങ്കിൽ പെൺപൂക്കൾ മാത്രം ഉണ്ടായിരിക്കുള്ളൂ. നമ്മൾ പറഞ്ഞു തന്നെയുണ്ട് അവിടെ പറയുന്നത് പുംബീജം എവിടെയാണ് കാണപ്പെടുന്നത്, നമ്മൾ പറഞ്ഞു അല്ലേ. പുംബീജം കാണപ്പെടുന്നത് കേസരപുടത്തിലാണ്. അണ്ടം കാണപ്പെടുന്നത് ജനീപുടത്തിലാണ്. ബീജസങ്കലനം നടക്കുന്നത് അണ്ടത്തിൽ വെച്ച്, അണ്ടാശയത്തിലെ, അതായത് ജനീപുടത്തിലെ അണ്ടാശയത്തിലെ അണ്ടത്തിൽ വെച്ചിട്ട് അണ്ടവുമായിട്ട് കൂടിച്ചേർന്നിട്ടാണ്. ബീജസങ്കലനം നടക്കണമെങ്കിൽ ആദ്യം കേസരപുടത്തിലെ പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ സ്ഥലത്ത് എത്തണം. അപ്പം നമ്മൾ പറഞ്ഞു ബീജസങ്കലനം നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കേസരപുടത്തിലെ പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ എങ്ങോട്ട് എത്തണം, പരാഗണ സ്ഥലത്ത് എത്തണം അല്ലേ. നമ്മൾ പറഞ്ഞല്ലോ ജനീപുടത്തിൽ എന്താണ് പരാഗണ സ്ഥലമുണ്ട്. ഈ പരാഗണ സ്ഥലത്ത് ആദ്യം എത്തണം, എന്നിട്ട് ലൈനുള്ളിലേക്ക് പോകുള്ളൂ. അപ്പോൾ പരാഗണ സ്ഥലത്തിലേക്ക് ആദ്യം തന്നെ എത്തണം. അവിടെ നിന്ന് പുംബീജം അണ്ടാശയത്തിലേക്ക് എത്തണം. പരാഗരേണവും പുംബീജവും സഞ്ചരിക്കേണ്ട പാത നോക്കിയേ. ഇത് നമ്മൾ പറഞ്ഞ സംഭവം തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായി. ആൺമരം പെൺമരം എന്ന് പറഞ്ഞു, ആൺപൂവും പെൺപൂവും എന്നാണ് മനസ്സിലായി അല്ലേ. ഇനി എന്താണ് പരാഗണം എന്ന് വെച്ചാൽ, പരാഗണം എന്ന് വെച്ചാൽ എന്താണ്, പരാഗണം എന്ന് വെച്ചാൽ പരാഗണം വഴിയാണല്ലേ പുതിയ പുതിയ സസ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം പരാഗണം എങ്ങനെ, പല രീതിയിലും പരാഗണം നടക്കുന്നുണ്ട്. പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ ആദ്യം എത്താൻ പരാഗണ സ്ഥലത്താണ് ആദ്യം തന്നെ എത്തുന്നത് അല്ലേ. പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ ആദ്യം എത്തേണ്ടത് എവിടെയാണ്, പരാഗണ സ്ഥലത്താണ് എത്തേണ്ടത്. എന്നാലാണ് ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുള്ളൂ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരാഗണം എന്ന് വെച്ചാൽ എന്താണ്, പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെയാണ് പരാഗണം എന്ന് പറയുന്നത്. പരാഗി എന്ന് വെച്ചാൽ എവിടെയാണ്, കേസരപുടത്തിലാണ് പരാഗി ഉണ്ടായിരുന്നത്. അതായത് ആ ഒരു സംഭവത്തിലല്ലേ പുംബീജം, അതുപോലെ തന്നെ പരാഗി തന്തുകം എന്നൊക്കെ പറയുന്നത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പരാഗണ സ്ഥലം എന്ന് വെച്ചാൽ ഏതായിരുന്നു, ജനീപുരത്തിലാണ് പരാഗണ സ്ഥലം ഉണ്ടായിരുന്നത്. അപ്പോൾ പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ എങ്ങോട്ടെത്തണം, പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കണം. അതിനെയാണ് പരാഗണം എന്ന് പറയുന്നത്. പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് പരാഗണകാരികൾ എന്ന് പറയുന്നത്. അപ്പം അതിനു വേണ്ടി സഹായിക്കുന്നില്ലേ, പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെയാണ് പരാഗണകാരികൾ എന്ന് പറയുന്നത്. പോളിനേറ്റിംഗ് ഏജൻസ് എന്ന് പറയുന്നത് അല്ലേ, ഈച്ച, അതുപോലെ തന്നെ ചിത്രശലഭം, അതുപോലെ തന്നെ കിളികൾ വഴിയൊക്കെ എന്ത് സംഭവിക്കും, പരാഗണം നടക്കുന്നുണ്ട്. അത് മാത്രമാണോ പരാഗണം നടക്കുന്നത്, വായു വഴിയും അതുപോലെ തന്നെ വെള്ളം വഴിയൊക്കെ പരാഗണം നടക്കുന്നുണ്ട്. ഇനി ദുർഗന്ധമുള്ള പൂക്കളം. ചേനപ്പൂവിൻ്റെ ഗന്ധം അനുഭവിച്ചിട്ടുണ്ടോ, നമുക്കത് ദുർഗന്ധമാണ്. ചേനയിലും ചേമ്പിലുമൊക്കെ പരാഗണം നടത്തുന്നത് ആരാണ്, ഈച്ചകളാണ്. ഈച്ചകളെ ആകർഷിക്കാനാണ് ഈ ദുർഗന്ധം. അപ്പോൾ എന്താണ് പറയുന്നത്, ചേനയിലും ചേമ്പിലൊക്കെ പൂവെന്ന് പറയുന്നത് പട്ടമണാണ്. അപ്പോൾ ഈ മണം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഈ മണത്തിനെ ആകർഷിക്കുന്നത് ആരാണ്, ഈച്ചയാണ്. അപ്പോൾ ഈച്ച വന്നാൽ മാത്രമാണ് അവിടെ നടക്കുള്ളൂ, പരാഗണം നടക്കുള്ളൂ. അപ്പോൾ ഈച്ച വരുന്നതിന് വേണ്ടി ആകർഷിക്കാനാണ് ഈ ദുർബലമായ ഈ പൊട്ടമണം നൽകിയിട്ടുള്ളത് കേട്ടോ, ദുർഗന്ധം നൽകിയിട്ടുള്ളത്. നോക്കി ചില പൂക്കളുടെ സവിശേഷതകൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കി അരിപ്പൂ എന്ന് വെച്ചാൽ കണ്ടിട്ടുണ്ട് അല്ലേ, പറമ്പിലും പാടത്തൊക്കെ കാണപ്പെടുന്നതാണ് അരിപ്പൂ എന്ന് പറയുന്നത്. ഇങ്ങനെ കൂട്ടമായിട്ടാണ് അല്ലേ കാണപ്പെടുന്നത് അരിപ്പൂവും. അതുപോലെ തന്നെ വെളിയിലാന്ന് നോക്കി ഒരു പൂവ് വേറെ അങ്ങനെയാണ് കാണപ്പെടുന്നത്. ബോഗൻ വില്ലയും എന്താണ്, കൂട്ടം കൂടിയിട്ടാണ് അല്ലേ കാണപ്പെടുന്നത്. കടലാസ് പൂ എന്നും പറയില്ലേ ബോഗൻ വില്ലേനെ. അപ്പോൾ ചെറിയ പൂക്കൾ കൂട്ടങ്ങളായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളിലയിലാണെങ്കിൽ പൂവിനോട് ചേർന്നിട്ടാണ് ഇലകൾ നിറം മാറി പൂ പോലെ തോന്നിപ്പിക്കുന്നു. ബോഗൻവില്ലയിൽ നിറം മാറി കാണുന്ന ഭാഗങ്ങൾ പൂക്കളാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു പരാഗണകാരികളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി പൂക്കൾക്ക് പല സവിശേഷതകളുണ്ട്. ആ സവിശേഷതയാണ് ഇപ്പോൾ നമ്മൾ മുകളിൽ കാണുന്നത്. അതായത് പൂക്കൾ കൂട്ടങ്ങളായിട്ട് കാണപ്പെടാം. അതുപോലെ തന്നെ വെള്ളിലാന്ന് വെച്ചാൽ ഇതുണ്ടാവും. വെള്ളിലാന്ന് വെച്ചാൽ ഈ വെള്ളിലയിൽ എന്താണ്, പൂവിനോട് ചേർന്നുള്ള ഇലകൾ നിറം മാറി പൂ പോലെ തോന്നിപ്പിക്കുന്നു അല്ലേ, പൂ പോലെ തോന്നിപ്പിക്കും. ഇല എന്ന് പറയുന്നത് ഇലകൾ നിറം മാറിയിട്ട്, അതാണ് വെള്ളില എന്ന് പറയുന്നത്.
അപ്പോൾ അതുപോലെ തന്നെ ബോഗൻവില്ലയിലാണെന്നുണ്ടെങ്കിലോ നിറം മാറി കാണുന്ന ഭാഗങ്ങളുണ്ടല്ലോ, ചില പല പല കളറാണ് അല്ലേ. അപ്പോൾ അതൊക്കെ പൂക്കളാണോ, പൂക്കൾ തന്നെ ആവണമെന്നില്ലേ, ചിലപ്പോൾ ഇല നിറം മാറിയിട്ട് എന്തായിട്ട് മാറാം. ഇപ്പോൾ വെള്ളിലയിലാണെങ്കിൽ ഇല പച്ച കളർ ചിലപ്പോൾ വെള്ളയായിട്ട് മാറിയതായിരിക്കാം. അപ്പോൾ അതിനൊക്കെ കാരണം എന്ന് പറയുന്നത് തന്നെയാണ് പൂക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് അല്ലേ, പരാഗണകാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൂക്കൾക്ക് പല സവിശേഷതകളും ഉള്ളത്. ഇനി കാറ്റിലൊഴുകി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കാറ്റിലൂടെയും അതുപോലെ തന്നെ വെള്ളത്തിലൂടെ ഒക്കെ പരാഗണം നടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നെൽച്ചെടിയുടെ പൂക്കൾ കണ്ടിട്ടുണ്ടോ? നോക്കി, നെൽച്ചെടി പൂക്കൾ എന്ന് പറയുന്നത് ഇതാണ്ടോ നെൽച്ചെടിയുടെ പൂ എന്ന് പറയുന്നത്. നെൽച്ചെടിയുടെ പൂക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നെൽച്ചെടിയുടെ പൂവിൻ്റെ പൂമ്പൊടി എങ്ങനെയായിരിക്കും പരാഗണ സ്ഥലത്തേക്ക് എത്തുന്നുണ്ടായിരിക്കാം? അതെങ്ങനെയായിരിക്കും എത്തുന്നുണ്ടായിരിക്കും? ഭയങ്കര കുഞ്ഞാണ് അല്ലേ, അതെങ്ങനെയായിരിക്കും പരാഗണ സ്ഥലത്ത് എത്തുന്നുണ്ടായിരിക്കാം? അതിനാണ് അവിടെ പറയുന്നത്. ഈ പൂക്കളിലാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ പൂക്കളിലാണെങ്കിൽ കുറേ കുഞ്ഞുണ്ട് അല്ലേ, നോക്കിയേ, കുഞ്ഞു പൂവാണെന്ന് ഞാൻ പറഞ്ഞു. ധാരാളം പൂമ്പൊടി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പരാഗരേണുക്കൾക്ക് ഭാരം കുറഞ്ഞവയായിരിക്കും, ഭാരം ഭയങ്കര കുറവായിരിക്കും. പരാഗരേണുക്കൾക്ക് ഭാരം കുറഞ്ഞവയായിരിക്കും, ധാരാളം പൂമ്പൊടി ഉണ്ടായിരിക്കും. ഈ പൂക്കളുടെ ചില സവിശേഷതകളാണ് പറഞ്ഞത്. ധാരാളം പൂമ്പൊടി ഉണ്ടായിരിക്കും, പരാഗരേണുക്കൾക്ക് ഭാരം കുറഞ്ഞതായിരിക്കും. കാറ്റ്, ജലം എന്നിവയും പരാഗണകാരികളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, കാറ്റ്, ജലം എന്നിവ എന്താണ്? പരാഗണകാരികളാണ്. നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയിൽ പരാഗണം നടക്കുന്നത് കാറ്റ് വഴിയാണ്. അപ്പോൾ കാറ്റ് വഴി നടക്കുന്നത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയിൽ പരാഗണം നടക്കുന്നത് എന്ത് വഴിയാണ്? കാറ്റ് വഴിയാണ്. കുരുമുളക് ചെടിയിൽ ജലമാണ് പരാഗണകാരി. കുരുമുളക് ചെടിയിൽ എന്താണ്? ജലമാണ് പരാഗണകാരി. അപ്പോൾ എന്ത് ചോദിക്കാം? കുരുമുളകിലെ പരാഗണകാരി എന്ന് പറയുന്നത്. നോക്കിയേ, കുരുമുളക് എന്ന് പറയുന്നത് അറിയാലോ. കുരുമുളകിലെ പരാഗണകാരി എന്ന് പറയുന്നത് എന്താണ്? മഞ്ഞുതുള്ളി അല്ലെങ്കിൽ ജലമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയിലൊക്കെ നടക്കുന്നത് കാറ്റ് വഴിയാണ് അല്ലേ. കാറ്റ് വഴിയാണ് പരാഗണം നടക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഏത് കാലത്തായിരിക്കും കുരുമുളകിൽ പരാഗണം നടക്കുന്നത്? അതെന്തായാലും വെള്ളമാണല്ലോ ആവശ്യം പരാഗണകാരിക്ക്. അപ്പോൾ എന്തായാലും ഏത് മഴക്കാലത്തായിരിക്കും അല്ലേ. ഇനി എന്താണ് കൃത്രിമ പരാഗണം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് വെച്ചാൽ? അപ്പോൾ നമുക്കറിയാം അല്ലേ, പരാഗണം എന്നൊക്കെ പറയുന്നത് നടക്കുന്ന സംഭവമാണ്. എന്നാൽ കൃത്രിമ പരാഗണം വഴി പുതിയ ചെടികളും പല വെറൈറ്റി ചെടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കൃത്രിമ പരാഗണം എന്ന് വെച്ചാൽ എന്താണ്? മികച്ച വിത്തിനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്നും പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് വിതരാറുണ്ട്. ഇതിനെയാണ് കൃത്രിമ പരാഗണം എന്ന് പറയുന്നത്. അതായത് നല്ല വിത്തുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നല്ല ചെടികളുണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ പരാഗരേണു ശേഖരിക്കും. എന്നിട്ട് അതിൻ്റെ തന്നെയല്ല വേറൊരു ചെടിയുടെ പരാഗണ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പതിക്കും. ഇതിനെയാണ് കൃത്രിമ പരാഗണം എന്ന് പറയുന്നത്. മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനില, ഈ വാനില എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് കേട്ടോ. വാനിലയിൽ പരാഗണം നടത്തുന്നത് മെലിപ്പോണയാണ്. വാനിലയിൽ പരാഗണം നടത്തുന്നവരാണ് മെലിപ്പോണ ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ്. തേനീച്ചയുടെ പേരാണ് മെലിപ്പോണ എന്ന് പറയുന്നത്. വേനലിൽ പരാഗണം നടത്തുന്നു. വേനില നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് കൃഷി ചെയ്യുമ്പോൾ ഈ പ്രാണികൾ ഇല്ലാത്തത് കൊണ്ട് കാരണം നമുക്ക് കൃത്രിമ പരാഗണം നടത്തേണ്ടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ കൃത്രിമ പരാഗണം നടത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? മെലിപ്പോണ എന്ന തേനീച്ച വേണം. അപ്പം അത് ഇല്ലാത്ത കാരണമാണ് നമ്മുടെ നാടുകളിൽ ഇതിന് കൃത്രിമ പരാഗണം നടക്കാനായിട്ട് പറ്റാത്തത്. അപ്പോൾ കൃത്രിമ പരാഗണം എന്ന് വെച്ചാൽ എന്താണ്? നല്ല വിത്തനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്നും പരാഗരേണുക്കൾ ശേഖരിച്ചിട്ട് മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് ചെന്ന് പതിക്കും. അതിനെയാണ് കൃത്രിമ പരാഗണമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി പിക്ചറിൽ നൽകിയിട്ടുണ്ട് അല്ലേ. പരാഗരേണുക്കൾ അതേ ഇനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് പതിക്കുമ്പോൾ മാത്രമാണ് പരാഗണം ഫലവത്താകുന്നത്. മറ്റിനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് വീഴുന്ന പൂമ്പൊടികൾ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പറഞ്ഞത് പരാഗരേണുക്കൾ അതേ ഇനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് പതിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് പരാഗണം എന്താവുള്ളൂ? കംപ്ലീറ്റ് ആവുള്ളൂ. അതല്ല വേറൊരു പൂക്കളുടെ പരാഗണ സ്ഥലത്ത് പതിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൂമ്പൊടികളൊക്കെ എന്താണ്? നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സ്വപരാഗണം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ചെടിയിൽ തന്നെ നടക്കുന്ന പരാഗണത്തെയാണ് സ്വപരാഗണം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ചെടിയിൽ തന്നെ രണ്ട് പൂക്കൾ തമ്മിൽ നടക്കുന്നതാണെന്നുണ്ടെങ്കിലും എന്താണ്? സ്വപരാഗണമാണ്. എന്നാൽ പരപരാഗണം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ചെടിയിലൊരു പൂവ് അതുപോലെ തന്നെ മറ്റൊരു ചെടിയിലൊരു പൂവ്, ആ രണ്ട് പൂക്കളും തമ്മിൽ നടക്കുന്നതിനെ പരാഗണത്തെയാണ് പരപരാഗണം എന്ന് പറയുന്നത്.
അപ്പോൾ എന്താ പറയുന്നത്, സ്വപരാഗണം എന്ന് വെച്ചാൽ ഒരു പൂവിൽ തന്നെ ഉണ്ടാകുന്ന പരാഗണത്തിൽ ഒരു ചെടിയുടെ പൂവിൽ തന്നെ ഉണ്ടാകുന്ന പരാഗണം. അത് ഒരു പൂവാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിലധികം പൂവായിരിക്കാം. അപ്പോൾ ഒരു ചെടിയുടെ ഒന്നിലധികമോ പൂവ് തമ്മിലുള്ള പരാഗണത്തെയാണ് സ്വപരാഗണം എന്ന് പറയുന്നത്. രണ്ട് വെവ്വേറെ വ്യത്യസ്ത ചെടികളിൽ വ്യത്യസ്ത പൂക്കൾ തമ്മിലുള്ള പരാഗണത്തെയാണ് എന്തെന്ന് പറയുന്നത്, പരപരാഗണം എന്ന് പറയുന്നത്. ഇനി കൊഴിയുന്ന ഇതളുകൾ. പരാഗണത്തിന് ശേഷം പുംബീജം അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായി ചേരുകയും ഫലമുണ്ടാവുകയും ചെയ്യും. അതിനെയാണ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസങ്കലനം എന്ന് പറഞ്ഞത്. ഈ ഘട്ടത്തിൽ ഇതളുകളും കേസരപ്പുടവും ഉണങ്ങി കൊഴിഞ്ഞു പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? ആ പൂക്കളൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉണങ്ങിപ്പോവും. എന്നിട്ടാണ് അതെന്തായിട്ട് മാറുന്നത്? ഫലമായിട്ട് മാറുന്നത്. പൂവ് ഫലമായിട്ട് മാറുന്നതിന് വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നത് അല്ലേ? തക്കാളിപ്പൂവിൽ നോക്കി നോക്കി, ഈ തക്കാളിപ്പൂവിലാണെന്നുണ്ടെങ്കിൽ ഈ പൂവ് കൊഴിഞ്ഞു പോവില്ലേ? എന്നിട്ട് എന്ത് സംഭവിക്കാൻ? ഒരു കുഞ്ഞി കായ അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. അതാണ് എന്തായിട്ട് മാറുന്നത്? തക്കാളി ഫലമായിട്ട് മാറുന്നത്. ആ ഇല നോക്കി നമ്മൾക്ക് പൂഞ്ഞെട്ടുണ്ട്, ഇതുപോലെ തന്നെ എന്താണ് വിധളുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ അതുമിൽ തന്നെ ഉണ്ടായിരിക്കും. പിന്നെന്താണ് വെള്ളരിപ്പൂവിൽ നോക്കി നോക്കിയേ, എന്താണ് സംഭവിക്കുക? ഈ പൂവ് കൊഴിഞ്ഞു പോവും, എന്നിട്ട് എന്ത് സംഭവിക്കും? വെള്ളരി ഉണ്ടാവും അല്ലേ? അപ്പോൾ അതാണ് പറയുന്നത് കേട്ടോ. കുമ്പളം പൂവിൽ നോക്കി നോക്കിയാൽ ഓവ്യൂളും അണ്ഡാശയവും നൽകിയിട്ടുണ്ട്. കുമ്പളത്തിൻ്റെ ഛേദവും നെടുകയും കുറുകയും തമ്മിലുള്ളത് നൽകിയിട്ടുണ്ട് അല്ലേ? കുമ്പളത്തിലാണെന്നുണ്ടെങ്കിൽ വിത്തുണ്ട് അല്ലേ? അതിൻ്റെ ഉള്ളിൽ വിത്ത് ഉണ്ടായിരിക്കും. അതിൻ്റെ പുറത്ത് എന്തുണ്ടായിരിക്കും? ഫലം ഉണ്ടായിരിക്കും. പൂവിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ഫലം ഉണ്ടാകുന്നത്. അറിയാമല്ലോ, പൂവിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ഫലം ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് ഒരു ഫലം മാത്രമുള്ളതിനെയാണ് ലഘുഫലം എന്ന് വെച്ചാൽ എന്താണ്? മാമ്പൂ നോക്കുകയാണ് അല്ലേ? ഒരു പൂവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൂക്കളില്ലേ നമ്മൾ മാമ്പൂവ്, മാങ്ങയുടെ എടുത്ത് നോക്കുകയാണെങ്കിൽ, മാമ്പൂവ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു പൂവല്ലേ, ഒരു മാങ്ങല്ലേ ഉണ്ടാവുള്ളൂ, ഒരു മാങ്ങയാണ് ഉണ്ടാകുന്നുള്ളൂ. എന്നാൽ തക്കാളിപ്പൂവിലാണെന്നുണ്ടെങ്കിലും എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു പൂവിൽ നിന്ന് ഒരു തക്കാളി ഉണ്ടാകുന്നുള്ളൂ. അങ്ങനെ ഇവയിൽ ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രം ഉണ്ടാകുന്നതിനെയാണ് ലഘുഫലങ്ങൾ എന്ന് പറയുന്നത്. ഇവയിൽ ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നത്. ഇത്തരം ഫലങ്ങളെയാണ് ലഘുഫലങ്ങൾ എന്ന് പറയുന്നത്. മാമ്പഴത്തിൽ എത്ര വിത്തുണ്ട്? ഒരു വിത്തുള്ളൂ അല്ലേ? മാമ്പഴത്തിൽ ഒരു വിത്തുള്ളൂ. തക്കാളിയിൽ ഒരു വിത്ത് മാത്രമാണ് ഉള്ളത്, അല്ല അല്ലേ? കുറേ വിത്തുകളുണ്ട് അല്ലേ? വിത്തുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടാവാനുള്ള കാരണം എന്തായിരിക്കും? ഒറ്റ വിത്തുള്ള ഫലങ്ങൾക്കും ഒന്നിലധികം വിത്തുള്ള ഫലങ്ങൾക്കും ഒന്നിലധികം ഫലങ്ങളും ഉണ്ട്. അപ്പം നമ്മളിവിടെ എന്താണ് പറഞ്ഞത്? ലഘുഫലങ്ങൾ എന്ന് വെച്ചാൽ ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രം ഉണ്ടാകുന്നതിനെയാണെന്ന് പറയുന്നത് ലഘുഫലങ്ങൾ എന്ന് പറഞ്ഞു. ഇനി ഒരു പൂവ് ഒന്നിലധികം ഫലം തരാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പൂവിൽ ഒന്നിലധികം ഫലം ഉണ്ടാകുന്നുവെങ്കിൽ അത്തരം ഫലങ്ങളെയാണ് പുഞ്ചഫലം എന്ന് പറയുന്നത്. സീതപ്പഴം, ബ്ലാക്ക് ബെറി, അരണമരക്കായൊക്കെ അതിന് എക്സാമ്പിളാണ്. അത് നോക്കി സീതപ്പഴം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? സീതപ്പഴം എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ കുറേ കുരുക്കളുണ്ട്. ആ കുരുക്കളുടെ ഒപ്പം തന്നെ ഉണ്ടല്ലേ ഫലം ഉള്ളത്. അപ്പോൾ എന്താ പറയുക? ഇതെല്ലാം കൂടിയിട്ട് ഒരെണ്ണത്തിലാണ് അല്ലേ? അപ്പം എന്താ പറയുന്നത്? പുഞ്ചഫലം എന്ന് പറയും. ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലമാണ് ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിളാണ് സീതപ്പഴം, ബ്ലാക്ക് ബെറി, അതുപോലെ തന്നെ അരണമരക്കായ് എന്നിവയൊക്കെ പുഞ്ചഫലങ്ങളാണ്. ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി ഒന്നില്ലെങ്കിലും ഒന്നായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതെന്താണ്? പ്ലാവിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. പ്ലാവിലാണെന്നുണ്ടെങ്കിൽ ഒരു ഫലത്തിൽ തന്നെ എന്താണ് പറയുന്നത്? ഒരു വലിയൊരു ഫലമുണ്ട്, അതിനുള്ളിൽ കുറേ ഇതുണ്ട് അല്ലേ? അപ്പോൾ അതിനെ എന്താ പറയുക? പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലാവിൻ്റെ ഒരു പൂങ്കുലയിൽ നൂറുകണക്കിന് പൂക്കളുണ്ട്. ഈ പൂങ്കുലയിൽ നിന്ന് എത്ര ഫലങ്ങളുണ്ടാവും? ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോ ഫലമാണ് ചക്കച്ചുള എന്ന് പറയുന്നത് അല്ലേ? ചക്കച്ചുള വേടാണ് കിട്ടാണ്ടിരുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഫലമാണ് ചക്കച്ചുള എന്ന് പറയുന്നത്. വിത്ത് ചക്കക്കുരുയായിട്ട് മാറും അല്ലേ? വിത്ത് എന്ന് പറയുന്നത് എന്തായി? ചക്കക്കുരുവായിട്ട് മാറും. ബീജസങ്കലനം നടന്ന ഫലമായി മാറാത്ത പൂക്കളാണ് ചവണിയായിട്ട് മാറുന്നത്. ബീജസങ്കലനം നടന്നിട്ട് ഫലമായിട്ട് മാറാത്ത പൂക്കളാണ് എന്തായി മാറുന്നത്? ചവണിയായിട്ട് മാറുന്നത്. ഇവയെല്ലാം ഒരു പൊതു ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ട ഒരു ഫലം പോലെയാവുന്നു അല്ലേ? എല്ലാ ഫലങ്ങളും കൂടിയിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഒരെണ്ണത്തിനുള്ളിൽ ക്രമീകരിക്കുകയാണ്. അങ്ങനെയാണ് എന്തായിട്ട് പറയുന്നത്? ഒരു ഫലമായിട്ട് മാറിയത്. ഇത്തരം ഫലങ്ങളെയാണ് സംയുക്ത ഫലങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഒരു പൂവിൽ ഒരു ഫലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ തന്നെ കുറേ ഫലങ്ങൾ ഉണ്ടായിരിക്കും. അതിനെയാണെന്ന് പറയുന്നത് സംയുക്ത ഫലങ്ങൾ എന്ന് പറയുന്നത്. സംയുക്തം എന്ന് വെച്ചാൽ കുറേ ഉണ്ട് അല്ലേ? കൈതച്ചക്കപ്പൂവ്, അതായത് ഇപ്പോൾ കൈതച്ചക്കൊക്കെ അതിന് എക്സാമ്പിളാണ് അല്ലേ? ഒരു കൂട്ടമാണ് അല്ലേ? ഒരു കൂട്ടം പൂവാണ് അതിൽ കാണപ്പെടുന്നത്. ഇനി വേഷം മാറിയവർ.
മേഷമാർഗവർ എന്ന് വെച്ച് പറഞ്ഞ് നൽകിയിട്ട് കശുമാങ്ങ നൽകിയിട്ടുണ്ട് അല്ലേ. ഇവിടെ കശുമാങ്ങ. ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ട്, പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെയാകും. ഇതാണ് കപടഫലങ്ങൾ എന്ന് പറയുന്നത്. കപടഫലങ്ങൾ എന്ന് വെച്ചാൽ എന്താന്ന് പറഞ്ഞു? ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ടും പുഷ്പാസനം അല്ലേ, അതൊന്നല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ഫലമായിട്ട് മാറുന്നത് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ പൂഞ്ഞെട്ടും പുഷ്പാസനം ഭാഗങ്ങൾ, ആ രണ്ട് ഭാഗങ്ങളൊക്കെ വളർന്ന് ഫലമായിട്ട് മാറുന്നത് നമ്മളെ പറ്റിക്കാണ് അല്ലേ, കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് കപടഫലങ്ങൾ അല്ലെങ്കിൽ ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് കശുവണ്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആപ്പിളും സബർജിലൊക്കെ അതിന് എക്സാമ്പിളുണ്ട്. പുഷ്പാസനം വളർന്നുണ്ടായ ഭാഗമാണ് നമ്മൾ ഫലമായിട്ട് കഴിക്കുന്നത്. പുഷ്പാസനം വളർന്നുണ്ടായിട്ടുള്ള ഭാഗമാണ്. ഇനി പൂവും പഴവും. താഴെ കൊടുത്ത ചിത്രങ്ങൾ പരിശോധിക്കൂ. പൂക്കൾ കുലകളായിട്ട് കാണപ്പെടുന്ന എവിടെയാണ്? പൂക്കൾ കുലകളായിട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? അടക്കാക്കുലയിലാണ് അല്ലേ. പൂക്കൾ കുലകളായിട്ടാണ് കാണപ്പെടുന്നത്. ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയമുള്ളത് ഏതാണ്? ഒരു പൂവിൽ തന്നെ ഒന്നിലധികം അണ്ഡാശയങ്ങളുള്ളത് ഏതാണ്? സ്ട്രോബെറി ഫലത്തിലാണ് അല്ലേ. സ്ട്രോബെറി ഫലത്തിൽ ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയങ്ങളുണ്ടായിരിക്കും. പൂക്കൾ ഓരോന്നായിട്ട് കാണപ്പെടുന്നതാണ് മുളക് എന്ന് പറയുന്നത് അല്ലേ. ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. നമ്മുടെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം.